ഇനി മോഹൻലാലിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും അധികം ഗസ്റ്റ് അപ്പിയറൻസുകൾ ചെയ്ത വർഷം 2026 ആകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പ്രധാന വേഷത്തിൽ വരുന്ന അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകൾ 3 ഒന്നാമത്തേത് ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുള്ള ജീത്തു ജോസഫ് ചിത്രമായിട്ടുള്ള ദൃശ്യം 3 ആണ്. ആദ്യം മാർച്ച് മാസത്തിൽ ഇറങ്ങും എന്ന് പറയപ്പെട്ടിരുന്നെങ്കിലും ദൃശ്യം ഫ്രാഞ്ചൈസിന്റെ മൊത്തം റൈറ്റുകളും ആശീർവാദ് സിനിമാസ് പനോരമ സ്റ്റുഡിയോസിന് വലിയൊരു തുകയ്ക്ക് വിറ്റതുകൊണ്ട് ഇനി അവരാണ് സിനിമയുടെ റിലീസ് തീരുമാനിക്കുക. ഈ ഏറ്റവും അടുത്ത ദിവസം ഒരു വേദിയിൽ വെച്ച് ഏപ്രിൽ മാസത്തിൽ ദൃശ്യം 3യുടെ റിലീസ് ഉണ്ടാകും എന്ന രീതിയിൽ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. ഓസ്റ്റിൻ ഡാൻ ചിത്രം മാറ്റിവെക്കപ്പെട്ടപ്പോൾ പകരം വന്ന തരുൺ മൂർത്തി സിനിമ ജനുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രതീഷ് രവി തിരക്കഥ നിർവഹിക്കുന്ന സിനിമയുടെ കഥാപശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതിനുശേഷം അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മേജർ രവിയുടെ സിനിമയാണ്. അനൗൺസ്മെന്റിന് ശേഷം ആരാധകർ തന്നെ ആ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞതൊക്കെ വിവാദമായതായിരുന്നു. സംഭവങ്ങൾക്ക് ശേഷം ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഇനി ഗസ്റ്റ് അപ്പിയറൻസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കൺഫേം ആയിട്ടുള്ളത് പേട്രിയറ്റിലെ എക്സ്റ്റൻഡഡ് ഗസ്റ്റ് റോൾ എന്നത് തന്നെയാണ്. മായാ മോഹൻലാൽ അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കും. ഈ ചിത്രം ഓണം റിലീസായിരിക്കും. ജയിലറിന്റെ 2ാം ഭാഗത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിനോടകം അനൗൺസ് ചെയ്യപ്പെട്ടതാണ് പൃഥ്വിരാജിന്റെ ഓണം റിലീസായിട്ടുള്ള ഖലീഫയിൽ അദ്ദേഹം ഗസ്റ്റ് അപ്പിയറൻസിൽ പൃഥ്വിരാജിന്റെ മുത്തശ്ശൻ കഥാപാത്രമായ മമ്പറക്കൽ അഹമ്മദ് അലി ആയിട്ട് വരുമെന്നത്. ഇതല്ലാതെ ജയസൂര്യ ചിത്രമായ കത്തനാരിലും സുരേഷ് ഗോപി സിനിമയായ ഒറ്റക്കൊമ്പനിലും മോഹൻലാൽ ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ട്. ഉറപ്പിക്കാനായിട്ടില്ല. ചിരഞ്ജീവി നായകനാകുന്ന ഒരു തെലുങ്ക് സിനിമയിൽ അദ്ദേഹം ഭാഗമാകുമെന്ന് വാർത്ത വന്നിരുന്നു. ആ സിനിമ ഈ വർഷം റിലീസ് ഉണ്ടാകുമോ എന്നത് ഉറപ്പില്ല.